സോ യെസ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ജോയൽ കിൻമാൻ ഈ ഒരു നടൻ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഒരു 5-6 കൊല്ലം മുൻപ് റോബോ കോപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയിലാണ് ഞാൻ ഈ കക്ഷിനെ നോട്ട് ചെയ്യുന്നത്. ആ സിനിമയ്ക്ക് ശേഷം പിന്നെ എൻ്റെ ശ്രദ്ധ കക്ഷിക്ക് വന്നത് സൂയിസൈഡ് സ്ക്വാഡ് എന്ന് പറയുന്ന ആ സിനിമയിൽ ഈ കക്ഷി അഭിനയിച്ചിട്ടുണ്ട്. ഏറെക്കുറെ സിനിമയിലൊക്കെ ഉണ്ട്, ബട്ട് ഏറെക്കുറെ എൻ്റെ ഓർമ്മ ഈ റോബോ കോപ്പും സൂയിസൈഡ് സ്ക്വാഡും നല്ല ഉഗ്രൻ സിനിമകളായിരുന്നു. എസ്പെഷ്യലി റോബോ കോപ്പ് ടോട്ടൽ റീബൂട്ടായിരുന്നു ആ ഒരു സിനിമ. 90കളിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു റോബോ കോപ്പ് സിനിമകൾ ടോട്ടലി ഡിഫറെൻ്റ് ചെയ്തൊരു പുതിയ ഇറ്ററേഷൻ തന്നെ ഇറക്കി. എന്താ പറയുക, സ്യൂട്ടിൻ്റെ കളറ് എന്തൊരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു ആ സിനിമ കാണാനായിട്ട്. സുഖം, ഒരു കഥയൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമ കാണാനായിട്ട്. സോ എനിവേ, സൈലൻറ്റ് നൈറ്റ് ഈ ഒരു സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വന്നത് ഒരു സോംബി അല്ലെങ്കിൽ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ആ ഒരു ടൈമിലുണ്ടാകുന്ന എന്തെങ്കിലും കഥകളൊക്കെ ആയിരിക്കണം എന്ന് കരുതി. അല്ലെങ്കിൽ ഒരു ഹൊറർ സിനിമ, ടോട്ടലി ഡിഫറെൻറ്റ് ആക്ഷൻ ത്രില്ലറാണ് പടം. സിനിമ സംസാരിക്കുന്നത് ഒരു അച്ഛൻ്റെ രോദനത്തെക്കുറിച്ചാണ്. പണ്ട് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ രോദനം, ആ രോദനത്തെക്കുറിച്ചിട്ടാണ് ഈ സിനിമ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഈ അച്ഛന് രോദനം വന്നു എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. അച്ഛൻ്റെ മകൻ മരിച്ചു, ടൈലർ എന്നാണ് കക്ഷിയുടെ പേര്. ആ കക്ഷി മരിക്കാനുണ്ടാകുന്ന കാരണം, ഇവർ ജീവിക്കുന്നത് ടെക്സസിലാണ്. ഈ കഥ മൊത്തം നടക്കുന്നത് ടെക്സസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ അവിടെ ഉണ്ടാകുന്ന ഒരു ഇൻ്റർ ഗ്യാങ് വാറിൽ ഇവർ എന്താ പറയുക, വണ്ടിയിൽ ഇങ്ങനെ ചേസ് ചെയ്യുന്ന സമയത്ത് വെടിവെച്ച് ഇങ്ങനെ കൊല്ലാൻ നോക്കുകയാണ്. ആ സമയത്ത് ഈ ടൈലർ, കക്ഷിയുടെ അച്ഛനായ ജോയൽ കിൻമാനായിട്ട് അഭിനയിക്കുന്ന ബ്രയാൻ, പിന്നെ ഭാര്യ, രണ്ടുപേരും ഇങ്ങനെ ലോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവർ തമ്മിലുണ്ടാകുന്ന വെടിവെപ്പിൽ ഒരു സ്ട്രേ ബുള്ളറ്റ് കക്ഷിയുടെ മകൻ്റെ മേത്ത് വീഴുന്നു. മകൻ മരിക്കുന്നു. സോ മകൻ മരിച്ചതിന് ശേഷം ഈ ജോയൽ കിൻമാൻ, ആ ഒരു നടൻ ബ്രയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് ഉള്ളിലൊരു രോദനം കയറി വരികയാണ്. മകനെ കൊന്നതിനുള്ള ദേഷ്യം എങ്ങനെയെങ്കിലും തീർക്കണം. സോ അതിനു വേണ്ടി കക്ഷി തയ്യാറെടുക്കണം. ഒരു വർഷം എന്താ പറയുക, ബോഡി ബിൽഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാർഷൽ ആർട്സ് അല്ലെങ്കിൽ ഒരു ടാക്ടിക്സ് എങ്ങനെ ഇടിക്കണം, എങ്ങനെ കൊല്ലണം, അതിനെക്കുറിച്ചിട്ടുള്ള പഠനമൊക്കെ. പിന്നെ ഒരു വർഷം കക്ഷി എന്താ പറയുക പ്ലാൻ ചെയ്യുകയാണ്. പിന്നെ അവസാന ദിവസം, അതായത് നെക്സ്റ്റ് ഇയർ ക്രിസ്മസിൻ്റെ തലേ ദിവസം, ക്രിസ്മസ് ഈവിൻ്റെ അന്ന് ഈ ഗ്യാങ് ലീഡറും ഗ്യാങ്ങിനെ മൊത്തത്തിൽ അങ്ങോട്ട് കൊല്ലാനുള്ള ഇറങ്ങി തിരികെയാണ്. സോ കൊല്ലുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കണ്ടറിയാം. ആൻഡ് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ ജോയൽ കിൻമാൻ എന്ന് പറയുന്ന നടൻ അഭിനയിക്കുന്ന ക്യാരക്ടർ ബ്രയാൻ, കക്ഷി ഈ ക്യാരക്ടറിനെ അഡാപ്റ്റ് ചെയ്ത രീതി. കാരണം നിങ്ങളൊന്ന് ആലോചിക്കണം, ബ്രയാൻ ഒരു സാധാ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സാധാ ഒരു കുടുംബത്തിൽ, പ്രത്യേകിച്ചൊന്നുമില്ല, എന്താ പറയുക, ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസോ ഒന്നുമില്ല. കക്ഷി കരാട്ടെ കുംഫു ഒന്നും പഠിക്കാതെ ഒരു സാധാ ഓർഡിനറി ലൈഫ് ജീവിക്കുന്ന കക്ഷി. സോ കക്ഷി ഒരു കൊലപാതകം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വെഞ്ചൻസ് മനസ്സിൽ വെച്ച് കൊണ്ട് ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈവൻ ഇഫ് യു ട്രെയിൻ വിത്തിൻ എ ഇയർ. സോ ആ ഒരു ബുദ്ധിമുട്ടും പിന്നെ ആ ഒരു വികാരവും ഈ ഒരു ആക്ടർ കൃത്യമായിട്ട് തൻ്റെ എന്താ പറയുക അവൻ്റെ ആക്ഷൻസിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് സിനിമ കാണുമ്പോൾ തന്നെ. കാരണം കക്ഷിയുടെ ആദ്യത്തെ ആ കില്ല്, ആദ്യമായിട്ട് കിഡ്നാപ്പ് ചെയ്യുന്ന ഒരു സമയം, ആ ഒരു ഗ്യാങ്ങിലിരുന്ന് കിഡ്നാപ്പ് ചെയ്യുന്ന ആ ഒരു രംഗവും എന്താ പറയുക, ഒരു ബിഗിനർ സ്റ്റൈൽ എന്നൊക്കെ പറയില്ലേ, അത് കൃത്യമായിട്ട് പോർട്രേ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അവസാനം വരെ കൊള്ളാം. ആൻഡ് സിനിമ ഒരു ഹാപ്പി എൻഡിങ് അല്ല തീരുന്നത്, ബട്ട് എനിവേ പ്രോപ്പർ എൻഡിങ് ഇത് തന്നെയായിരുന്നു. എനിവേ കഥ മൊത്തം എനിക്ക് ഇഷ്ടപ്പെട്ടു, സിനിമ മൊത്തം ഇഷ്ടപ്പെട്ടു. ഡയറക്ടർ ജോൺ വൂ എന്ന് പറഞ്ഞ കക്ഷിയാണ്. കക്ഷി സിംഗപ്പൂരിയൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. കക്ഷിയുടെ ആദ്യത്തെ ഹോളിവുഡ് സിനിമയാണ് സൈലൻറ്റ് നൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ചെറിയൊരു സിംഗപ്പൂരിയൻ DNA ഒക്കെ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വേണ്ടാത്തടത്തൊക്കെ സ്ലോ മോഷൻ, വേണ്ടാത്തടത്തൊക്കെ സൂം ഇൻ സൂം ഔട്ടൊക്കെ ചെയ്തിട്ട് ലാശം വെറുപ്പിക്കൽ തുടക്കത്തിലുണ്ട്. പിന്നീട് അങ്ങനെ കഥ അങ്ങനെ മുന്നോട്ട് വേണ്ടിയിട്ട് അവസാനം വരെ എത്തിക്കുന്നുണ്ട്. ക്ലൈമാക്സ് ആണ് ഏറെക്കുറെ ഇഷ്ടപ്പെട്ടത്. കക്ഷി ഇതെങ്ങനെ ടാക്റ്റിക്കലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, തൻ്റെ വെഞ്ചൻസ് അവരുടെ മേൽ പതിപ്പിക്കുന്ന രീതി, പിന്നെ ആൾക്ക് സഹായകമായിട്ട് ഒരു ഡിറ്റക്റ്റീവും കൂടെ വരുന്നുണ്ട്. ആൻഡ് അറ്റ് ദി എൻഡ് എന്താ പറയുക, ഹാപ്പി എൻഡിങ് ആവത്തില്ല. കാരണം ഇത് മിഡിൽ ക്ലാസ്സുകായി, പ്രത്യേകിച്ച് മാർഷൽ ആർട്സ് ഒന്നും ആംസ് ഒന്നും പഠിക്കാത്തൊരു കക്ഷി പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഹി ഹാസ് ടു ഡൈ. സോ സിനിമ അങ്ങനെ സംസാരിക്കുന്നില്ലെങ്കിലും, ബട്ട് ഐ പ്രിഫർ ഹീ ഈസ് ഡെഡ്, ഹീ ഷുഡ് നോട്ട് റിക്കവർ ഫ്രോം ദാറ്റ്. അത് ശരിയാവില്ലല്ലോ.
അത്രയ്ക്ക് സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ് അവന് കൊടുക്കേണ്ട ആവശ്യമില്ല. എനിവേ, ടോക്കിംഗ് അബൌട്ട് ദ സിനിമ, ടോട്ടലി എൻ്റർടൈനബിൾ ആൻഡ് I totally liked it. Runtime was around 1 hour and 44 minutes. So credit scenes, ക്രെഡിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂർ ദൈർഘ്യം പടത്തിനുണ്ട്. കണ്ടിരിക്കാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഫ് യു ലവ് ആക്ഷൻ ത്രില്ലർ സിനിമ, ദിസ് ഈസ് ഇറ്റ്. സൈലൻറ്റ് നൈറ്റ് മിസ്സാക്കാൻ പാടില്ലാത്ത ഗണത്തിൽ പെടുത്തേണ്ട ഒരു സിനിമ തന്നെയാണ്. ദ വേ ജോവൽ കിൻമാൻ ഹാസ് പോർട്രേഡ് ദി ക്യാരക്ടർ ബ്രയാൻ, അതൊരു സുഖമുണ്ട് കാണാനായിട്ട്. നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ മോർ. ഐ വിൽ ബി കമ്മിങ് ബാക്ക് വേറെ മൂവി റിവ്യൂസിൻ്റെ ഉറപ്പിക്കലുമായിട്ടും. സോ സ്റ്റേ ട്യൂൺ, ഐ വിൽ ബി അറൗണ്ട്. Catch you guys in next movie review.